കബീറിന്റെ 10-ാം വാല്യം 130-ാമത്തെ പേജ്. ആ തഫ്സീറുൽ കബീറിന്റെ 10-ാം വാല്യം 130-ാമത്തെ പേജിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങളും പറയുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. ഇതേ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. വഅന്നഹും ഇദാ ജാഊഹു, നബിയുടെ സമീപത്ത് പാപം ചെയ്തു പോയവർ വന്നാൽ, ഫഖദ് ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്റമഹു ബിവഹീഹി, അല്ലാഹു റസൂലും വഹീ കൊടുത്ത് നബിയുമാക്കിയ മഹാനായ വലിയ പ്രത്യേകത ഉള്ള അടുക്കലാ വരുന്നത്. അല്ലാഹു പറഞ്ഞേറ്റ അടുക്കലാ വരുന്നത്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, ആ നബിയെ അല്ലാഹു തആല അവന്റെ ഇടയിലും അവന്റെ സൃഷ്ടികളുടെ ഇടയിലും മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. വമൻ കാന കദാലിക, അങ്ങനെയുള്ളൊരു മധ്യവർത്തിയാവുമ്പോ ഫൈനല്ലാഹ ലാ യറുദു ശഫാഅതഹു, നബിയുടെ റെക്കമെൻഡ് ഒരിക്കലും അല്ലാഹു തള്ളൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പറയണമെന്ന് പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ അതേ 130-ാമത്തെ പേജിൽ 10-ാം വാല്യം 130-ാം പേജിലും ഇത് തന്നെ രേഖപ്പെടുത്തുന്നു. ഇനി ഇമാം റാസി ഇസ്തിഗാസക്കെതിരാണെന്നൊന്നും പറഞ്ഞു വെറുതെ വിവരക്കേട് പറയണ്ട. സഹോദരന്മാര്, നമ്മൾ വളണ്ടിയർമാര് ഒരു ബക്കറ്റും കൊണ്ടുവരും. വെള്ളം കോരാൻ വരുന്നതല്ല, അത് നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. നമ്മൾ ഈ പരിപാടിക്ക് തന്നെ വലിയ ചെലവ് വരും, ചെറിയ ചെലവല്ല. നമുക്ക് മുജാഹിദീങ്ങളെ പോലെ സക്കാത്തിന്റെ ഫണ്ട്, സാധുക്കൾക്ക് കൊടുക്കേണ്ട ഫണ്ടൊക്കെ പിരിച്ചിട്ട് ഇതിന് വാടക കൊടുക്കാനൊന്നും പറ്റൂല. നമുക്ക് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം, 100 കണക്കിന് കൊടുക്കണം. എന്നാലേ കടയില്ലാതെ പോവുള്ളൂ. ഒരുപാട് ചെലവുണ്ടാവും ഇതിന്. അത് നിങ്ങളൊക്കെ സ്വീകരിക്കണം, കഴിവിന്റെ പരമാവധി സഹായിക്കണം. അറിയുന്നത് പറയാനേ കഴിയൂ, അതിലപ്പുറം കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചാലേ സഹകരിച്ചാലേ ഇതൊക്കെ പറ്റൂ. നമുക്ക് പിന്നെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടിക്കൊടുള്ള അഭിപ്രായമില്ല, നിങ്ങളോടൊക്കെ തേടാണ്. സഹായിക്കുന്നവൻ അള്ളാഹ് ഉറപ്പാണ്. കാരണം അള്ളാഹ് നിങ്ങൾക്ക് തരാൻ കഴിയൂലല്ലോ. അപ്പൊ ആര് സഹായിച്ചാലും സഹായം അള്ളാന്റെ തന്നെയാണ്. അത് നമ്മളെ ഉറച്ച വിശ്വാസമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായം ഇല്ല. പക്ഷെ അള്ളാഹുവിന്റെ സഹായം അവൻ നിശ്ചയിച്ച ആളുകൾ മുഖേന, അള്ളാഹ് നിശ്ചയിച്ച മഹാന്മാര് മുഖേന കിട്ടലാണ്. അങ്ങനെ മുഖേന എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ് മുജാഹിദികൾ പറയുന്നത്. നമ്മൾ മുഖേന എന്നൊന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പൈസേന്റെ കാര്യത്തിൽ അവരും സഹായം ചോദിക്കും കേട്ടോ, കാരണം അത് അവർക്കും കിട്ടണമല്ലോ. അതുകൊണ്ട് അവരും സഹായം ചോദിക്കും. കൊടുക്കുന്നതിനുള്ളൂ, സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ല എന്ന് മൗലവി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പൈസന്റെ കാര്യത്തിൽ എല്ലാവരോടും സഹായം ചോദിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ എന്താണ് തഫ്സീറിന്റെ കിതാബുകളിൽ പറഞ്ഞത്? മൗലവിമാര് പറയും, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിനാണ് ഞാനിപ്പോ തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു. ഒന്ന് ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഒന്ന് റാസി ഉദ്ധരിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഈ ഇബ്നു കസീർ പറഞ്ഞാൽ ഞങ്ങൾക്ക് തെളിവാണെന്ന്. അതാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ തന്നെ സ്വന്തം ആശയം പറയുന്ന ഗ്രന്ഥം ഇതാ എവിടെന്ന് പുറത്തിറക്കി. അതേ, ഇത് പുറത്തിറക്കിയ സൗദി അറേബ്യയിൽ നിന്ന്. ആരാണ് ഇത് സഹീഹാക്കിയത്? ആരാണ് ഇത് പരിശോധിച്ച് ക്ലിയറാക്കിയത്? ആരാണ് ആ പരിശോധിച്ച്? അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹിൽ ബാസ്, ഇബ്നു ബാസ് എന്ന് പറയുന്ന അവരുടെ സൗദിയിലെ മുഫ്തിയായിരുന്ന പണ്ഡിതൻ. അയാൾ പരിശോധിച്ചിറക്കിയ ഗ്രന്ഥം അശ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഖീദത്തുഹു സലഫിയ്യ വദഅവത്തുൽ ഇസ്ലാഹിയ്യ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് കേട്ടോ, ഞങ്ങൾ ഇതാ തഫ്സീറുകൾ തള്ളുന്നവരല്ല, മദ്ഹബ് തള്ളുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് കേട്ടോ. സുമ്മ ഇന്നാ നസ്തഈനു അലാ ഫഹ്മി കിതാബില്ലാഹി, അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ നമ്മൾ സഹായം തേടും. ബിത്തഫാസീരി, തഫ്സീറുകളോട് സഹായം തേടും. ഏതായാലും തഫ്സീറിന്റെ സഹായം സ്വീകരിക്കും. അൽ മുതദാവില, എല്ലാവരും ഉപയോഗിക്കുന്ന തഫ്സീർ എന്ന് പറഞ്ഞിട്ട് പറയാണ്. വമിൻ അദല്ലിഹാ ലദൈനാ, അതിൽ പ്രധാനപ്പെട്ടതാണ് തഫ്സീർ ഇബ്നു ജരീർ, ഇബ്നു ജരീറിന്റെ തഫ്സീർ. വമുഖ്തസറുഹു ലിബ്നു കസീർ ശാഫിഈ, ശാഫിഈ മദ്ഹബുകാരനായ ഇബ്നു കസീറിന്റെ തഫ്സീർ ഞങ്ങൾ സ്വീകരിക്കും. വകദാലിക്കൽ ബഗവി വൽ ബൈദാവി വൽ ഖാസിൻ വൽ ഹദ്ദാദ് വൽ ജലാലൈനി, ജലാലൈനി അടക്കമുള്ള എല്ലാ തഫ്സീറും സ്വീകരിക്കുമെന്ന് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇവരുടെ കേന്ദ്ര നേതാവ് പറയാണ്.
എന്നിട്ട് പിന്നെ ഇവർ വലാ ഫഹ്മിൽ ഹദീസി ബിശുറൂഹിൽ അയിമ്മത്തിൽ മുബ്രിദീന കൽ അസ്ഖലാനി വൽ ഖസ്തല്ലാനി വഅലൽ ബുഖാരി വന്നവവി അലാ മുസ്ലിം വൽ മനാവി അലൽ ജാമി സഗീർ. ഇതുപോലെ ഇമാം ഹാഫിദുൽ അസ്ഖലാനിയുടെ അതേ ഫതുഹുൽ ബാരി പോലുള്ള കിതാബുകള് ഹാഫിദുൽ അസ്ഖലാനിന്റെ കിതാബ് സ്വീകരിക്കും, ശറഹ് സ്വീകരിക്കും, ഖസ്തല്ലാനി സ്വീകരിക്കും, നവവി ഇമാമിന്റെ ശറഹ് സ്വീകരിക്കും, മനാവി സ്വീകരിക്കും. ഇങ്ങനത്തൊക്കെ സ്വീകരിക്കും ഇവര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. ആ തഫ്സീറിലുള്ളതാ ഞാൻ ഈ നോക്കി വായിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, ശരിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ഇനി ഉദ്ധരിക്കുന്നത് ആരെ തഫ്സീറാന്നറിയോ? നെഞ്ഞത്ത് കൈകെട്ടണമെന്ന് ആദ്യമായി പറഞ്ഞാണ് തഫ്സീർ. കേട്ടില്ലേ? ഒരു കൂട്ടര് എല്ലാ ആളുകളും മക്കത്തെ ഇമാമീങ്ങൾ വരെ മദീനത്തെ ഇമാമീങ്ങൾ വരെ അവർ കോഴിക്കോട്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ വന്നാൽ വരെ അല്ലാഹു അക്ബർ എന്നിട്ട് പൊക്കളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ കൈകെട്ടു. കുറച്ച് മനുഷ്യന്മാര് സാധുക്കള് അല്ലാഹു അക്ബർ എന്നിട്ട് ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി ഇങ്ങനെ ഡേഞ്ചർ, അപകടം, അപായം, തുടരരുത് തുടരരുത് എന്നതിന് ഒരു അടയാളം. ഈ അടയാളമുള്ള ആളുകളിലെ 4 മദ്ഹബിനും എതിരായിട്ട് കൈകെട്ടുന്നവര്, ആ കൈകെട്ടുന്ന കക്ഷികൾക്ക് ആദ്യം ഈ തുടക്കം കുറിച്ച ആളാണ് ഷൗക്കാനി. അയാള് മുജാഹിദിന്റെ നേതാവാണെന്ന് എവിടെ പറഞ്ഞു? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം, മുജാഹിദിന്റെ ചരിത്രം പറയുന്ന വലിയ കിതാബാണിത്. ഈ കിതാബില് അത് മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തിൽ അതാ പറയുന്ന ഷൗക്കാനിയും അഫ്ഗാനിയും 1172 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനം നടത്തി. ഈ ഷൗക്കാനിയുടെ ഇയാളാണ് ആദ്യമായി നെഞ്ഞത്ത് കെട്ടണമെന്ന് പറഞ്ഞ ആള്. ഒരു ഇമാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഷൗക്കാനി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ തഫ്സീർ എന്ന പേരിൽ എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, മുതവസ്സിലീന ഇലൈക, നബിയെ തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളെ വഴിപ്പെടാതെ മറ്റുള്ളവർക്ക് വഴിപ്പെടാനൊരുങ്ങിയ ആളുകൾ അവര് തങ്ങളടുക്കലേക്ക് വന്നാൽ തങ്ങളെ വിധി സ്വീകരിക്കാതെ മറ്റേതെങ്കിലും കക്ഷികളുടെ വിധി തീരുമാനിച്ച് തങ്ങളെ വിധി കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിയാസം ചെയ്യരുത്, കളവ് പറയരുത്, അതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യരുത്, അങ്ങനത്തെ തീരുമാനത്തിനെതിരായി തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളടുക്കൽ വന്നാൽ ജാഊക, തങ്ങളടുക്കൽ വന്നിട്ട് മുതവസ്സിലീന ഇലൈക, തങ്ങളിലേക്ക് അതാ തങ്ങളെ ഇടയാളനാക്കുന്ന നിരക്ക് വന്നാൽ മുന്തസിരീനാൻ ജിനായത്തിയും മുഖാലഫത്തിയും തെറ്റുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് വന്നാൽ ഫസ്തഗ്ഫിറുല്ലാഹ ലിദുനൂബിഹിം, അവരെന്നിട്ട് പടച്ചവനോട് പൊറുക്കലിനെ ചോദിച്ചാൽ വതദറഉ ഇലൈക, തങ്ങളോട് വിനയത്തോടുകൂടെ പറയുകയും ചെയ്താൽ ഹത്താ ഖുംത ശഫീഅൻ ലഹും, എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ ഫസ്തഗ്ഫിർത ലഹും, എന്നിട്ട് തങ്ങൾ അവർക്ക് പൊറുക്കലിനെ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയുകയും ചെയ്താൽ നബിയേ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് ഇടയാളനാക്കി താഴ്മയോടെ വന്ന് സങ്കടം പറയണമെന്ന് നിങ്ങളത് തഫ്സീറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നബിയെ വിളിച്ച് തേടണമെന്നാണ്, നബിയോട് ശഫാഅത്ത് ചോദിക്കണമെന്നാണ്, അതേ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യണമെന്നാണ്, നബിയെ ഇടയാളനാക്കണമെന്നാണ്. ഇനി ഹദീസിലേക്ക് കടക്കുന്നു സഹോദരന്മാരെ. അപ്പൊ ഇമാമീങ്ങളെ കിതാബ് പറഞ്ഞു, മദ്ഹബിന്റെ കിതാബുകൾ പറഞ്ഞു, പിന്നെ ഇമാമീങ്ങളെ തഫ്സീർ പറഞ്ഞു. ഇനിയും ധാരാളമുണ്ട്, പറയാൻ സമയമില്ല. ഇമാം റാസി അതാ റഫഅനാ ലക ദിക്റക എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, നബിയെ തങ്ങളെ ബഹുമാനം അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു തആല തങ്ങളെ പ്രശസ്തിയെയും പേരിനെയും അല്ലാഹു ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് വഅദ് പറയുന്ന പണ്ഡിതന്മാര് തങ്ങളെ ഉപദേശമാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസ്ലൂന ഇലാ ഖിദ്മതിക, രാജാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ തങ്ങളെ സേവനത്തിന് വേണ്ടി തങ്ങളെ ഖബറുങ്കൽ വരികയാണ്. വയസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക, തങ്ങളെ റൗളാ ശരീഫിന്റെ വാതിലിന്റെ അപ്പുറത്തുനിന്ന് അവരൊക്കെ തങ്ങൾക്ക് സലാം പറയാണ്. വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക,
തങ്ങളെ റൗളന്റെ മണ്ണ് കിട്ടുമെങ്കിൽ അവരെടുത്തത് അതാ അവരുടെ മുഖം അതുകൊണ്ട് തുറക്കുകയാണ്. വയർജൂന ശഫാഅതക, തങ്ങളെ ശഫാഅത്ത് അവർ പ്രതീക്ഷിക്കുകയാണ്. ഫസറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തങ്ങളെ ബഹുമാനം നിലനിൽക്കുന്നത് തന്നെയാണ് നബിയേ. ഏത് മുജാഹിദ് വന്നാലും ഏത് സലഫി വന്നാലും അവിടുത്തെ ബഹുമാനത്തിനൊരു കുറവുമില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി സഹോദരന്മാരെ ഇതേ റാസിയിൽ തന്നെ